കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് കൃത്യമായി പറഞ്ഞാൽ മെയ് 4-നാണ് ഫലം വരുന്നത്. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പോളിംഗ് ശതമാനങ്ങളൊക്കെ കണക്കാക്കുന്ന ആദ്യമായുള്ള എക്സിറ്റ് പോൾ ഫലം വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത്തവണ കേരളം ആർക്കൊപ്പമായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക, കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖം ഇനി ആരായിരിക്കുമെന്നൊക്കെ ഇതിലൂടെ വിലയിരുത്താൻ കഴിയും. പക്ഷേ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേപോലെ ആകണമെന്നുമില്ല. ചിലത് അതിന് വിപരീതമായിട്ടും വരാറുമുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പൊക്കെ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ 2011-ലെയും 2021-ലെയും 2016-ലെയും ഒക്കെ ആ ഒരു സമയത്തൊട്ടൊക്കെയുള്ള അതൊക്കെ എടുത്തു നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും തന്നെ കൃത്യമായി വരണമെന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തവണ അങ്ങനെയാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് നിലനിർത്തിക്കൊണ്ട് നിയമസഭയിൽ ആ ട്രെൻഡിങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല UDF വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടാകുന്നുണ്ട്. മറുപക്ഷത്താണെങ്കിൽ LDF സംബന്ധിച്ചിടത്തോളവും മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. എന്ത് തന്നെയായാലും പുതിയൊരു വിലയിരുത്തൽ പ്രകാരം ഈ ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വിലയിരുത്തൽ പ്രകാരം ഈ UDF അല്ലെങ്കിൽ UDF അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്നുള്ള സൂചനകളാണ് ശക്തമായി ഉണ്ടാകുന്നത്. പല വിഷയങ്ങളിലും ഉയർന്നു വരുന്ന ആ ഒരു അസന്തോഷം ഭരണവിരുദ്ധ തരംഗമായിട്ട് മാറുന്നുവോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചയെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. LDF സർക്കാരിനെതിരെ ചില മേഖലകളിൽ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത് കണക്കാക്കുന്നത്. വിലക്കയറ്റം, തൊഴിലവസര പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭരണത്തിലെ കാര്യക്ഷമത എന്നിവയിൽ ജനങ്ങൾ ചോദ്യം ഉയർത്തുന്നു എന്നുള്ള വിലയിരുത്തലുകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു അസന്തോഷം വോട്ടായി മാറിയാൽ അത് നേരിട്ട് UDF നേട്ടമാകാൻ സാധ്യതയുമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതേസമയം തന്നെ UDF സംഘടനാ തലത്തിൽ കൂടുതൽ സജ്ജമാകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടി അവർ സജ്ജമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും വോട്ടർമാരുമായിട്ട് നേരിട്ട് ബന്ധം വർദ്ധിപ്പിക്കാനും നീക്കങ്ങൾ നടത്തുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള ഫാക്റ്റായി മാറുകയും ചെയ്തിട്ടുമുണ്ട്. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ അധികാരമാറ്റം സംബന്ധിച്ചുള്ള ഉദാഹരണങ്ങൾ നിരവധിയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF അനുകൂലമായിട്ട് മാറുന്നു എന്നുള്ള ചർച്ചകളും കൂടുതൽ ശക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ UDF വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം വിലയിരുത്തലുണ്ടാകുന്നതും സൂചനകളുടെ വരുന്നതും. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരെ ഒരേ ഒരു ഘടകത്തെ ആശ്രയിച്ചായിരിക്കില്ല തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയുടെ സ്വാധീനം, അതുപോലെ പ്രാദേശിക വിഷയങ്ങൾ, അവസാനഘട്ട ക്യാമ്പയിൻ, അത്തരം രീതിയിലൊക്കെയാണ് ഈ ഒരു ഫലം നിശ്ചയിക്കുകയും ചെയ്യുക. എന്നിരുന്നാലും നിലവിലെ ട്രെൻഡുകൾ നോക്കുമ്പോൾ UDF ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത മാസം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ തന്നെ നിർണ്ണയിക്കുന്ന നിർണായക ഘടകം കൂടിയായിരിക്കും. സീറ്റുകളുടെ കണക്കിലേക്ക് ഇനി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു UDF ഒരു മുന്നേറ്റമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റുകളുടെ എണ്ണം, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ആകെ 140 മണ്ഡലങ്ങളിൽ 71 ഭൂരിപക്ഷത്തിനായി വേണ്ടത്. അതായത് ഭരിക്കാൻ വേണ്ടത് 71 സീറ്റുകളാണ്. നിലവിലെ ട്രെൻഡുകൾ പ്രകാരം UDF 65 മുതൽ 80, അല്ലെങ്കിൽ 75 മുതൽ 85 സീറ്റുകൾ വരെ നേടാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാധ്യതകളുണ്ടെന്നാണ് പുറത്തു വരുന്ന വിലയിരുത്തലുകളെല്ലാം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ LDF 55 മുതൽ 75 സീറ്റുകൾ വരെ കിട്ടാനും സാധ്യതയുണ്ടെന്നും അതിനുള്ള സൂചനകളുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ചെറിയൊരു സ്വിംഗ് ഫലം പോലും മാറ്റിമറിച്ചേക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇതിലെ കാര്യം. ഇനി ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് എന്ന് പറയുന്നത്, അതായത് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. എന്തായാലും UDF വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുൻപന്തിയിലുണ്ടാവുക. അതിൽ CM സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പക്ഷത്തു നിന്നായിരിക്കും ഇപ്പോൾ ചർച്ചയിലുള്ള പ്രധാന പേരുകൾ എന്ന് പറയുന്നത് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും, ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ പേരുകളാണ് പ്രധാനമായും ചർച്ചയിലുണ്ടാകുന്നത്. രാഷ്ട്രീയപരമായിട്ട് പരിചയമുള്ള പാർട്ടി, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പരിചയവും പാർട്ടിയിലെ സ്വാധീനവും ഹൈക്കമാൻഡ് തീരുമാനവും ഇവയെല്ലാം ചേർന്നാണ് അന്തിമ തീരുമാനം ഉണ്ടാകുക. അതിനാൽ തന്നെ ഇപ്പോൾ തന്നെ ഒരാളെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എങ്കിലും മത്സരം കോൺഗ്രസിനുള്ളിൽ തന്നെ കനക്കുമെന്നുള്ളതും വ്യക്തവുമാണ്. ഒടുവിൽ ഒരു കാര്യം വ്യക്തമാണ്, അതായത് UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചുവരവ് സാധ്യമായുള്ളത് തന്നെ. പക്ഷേ അത് ഉറപ്പാക്കാൻ അവസാന ഘട്ടത്തിലെ നീക്കങ്ങൾ വരെ നിർണായകമാവുകയും ചെയ്യും. എക്സിറ്റ് പോൾ വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുണ്ടാകുന്നത്. രാഷ്ട്രീയ വൃത്തങ്ങൾ കാത്തിരിപ്പ് തുടരുകയും ചെയ്യുന്നുണ്ട്. LDF അതുപോലെ തന്നെ UDF ഒരുപോലെ നിർണായകമായിട്ടുള്ള ഒരു സമയത്താണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി എക്സിറ്റ് പോൾ വരുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യമാണ് 3 മുന്നണികൾക്കും ഉണ്ടാകുന്നത്. ഈ ഫൈനൽ റിസൾട്ട് അല്ല എങ്കിലും എക്സിറ്റ് പോൾ ഒരു ട്രെൻഡിങ് സിഗ്നലായിട്ടാണ് ഈ പാർട്ടികളെല്ലാം ഇതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും ഈ എക്സിറ്റ് പോളുകൾ LDF അല്ലെങ്കിൽ അതിനെതിരെ പോയാൽ സ്വാഭാവികമായിട്ടും ആശങ്ക ഉയരും. പ്രത്യേകിച്ച് മാർജിൻ കുറയാനുള്ള പ്രൊഡക്ഷൻ വന്നാൽ പോലും അത്തരം ഒരു രീതിയിലേക്ക് മാറ്റമുണ്ടാകും. മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ എക്സിറ്റ് പോൾ UDF അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പോസിഷൻ ക്യാമ്പിൽ ആത്മവിശ്വാസം കുതിക്കുകയും ഇത് റിസൾട്ട് ഒരു മൊമെൻ്റായി മാറാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും
വേവെന്ന തരത്തിലുള്ള ചർച്ചകളും ശക്തമാകുന്നുണ്ട്. പ്രധാനമായും കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞ ചരിത്രമില്ല, പലപ്പോഴും മാറ്റിമറിക്കപ്പെട്ടിട്ടുമുണ്ട്. ചെറിയൊരു സിംഗ് പോലും ഫലമായി മാറിയേക്കാം. അതിലെ എക്സിറ്റ് പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും അതിനെ ഫൈനൽ ക്രെഡിറ്റായി കാണാനും സാധിക്കില്ല. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ LDF വലിയ ആശങ്ക ഉണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് അങ്ങനെ മാത്രമല്ല, അതായത് ഈ സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമല്ല, ഒരു ടൈറ്റ് ഫൈറ്റ് കാണിക്കാൻ പല മണ്ഡലങ്ങളും തയ്യാറെടുത്തിരിക്കുക കൂടിയാണെന്നും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നാളെ വരുന്ന അവസാനഘട്ട പോൾ ഫലങ്ങളെല്ലാം, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കണക്കാക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ടോൺ സെറ്റ് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടാകും. LDF സംബന്ധിച്ചിടത്തോളം ചില മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ UDF സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയ പ്രതീക്ഷയാണ് അവർക്കുണ്ടാകുന്നതും. അപ്പോൾ ഇത്തരം പ്രതീക്ഷകളിൽ കാത്തിരുന്നുകൊണ്ടാണ് നാളത്തെ ഒരു എക്സിറ്റ് പോൾ ഫലം ഈ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം തന്നെ നോക്കിക്കാണുന്നതും. ഇന്ന് അല്ലെങ്കിൽ നാളെ മുതലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരാനും സാധ്യതകളുള്ളത്. ഇതൊന്നും കൂടാതെ UDF സംബന്ധിച്ചോളം വിജയ പ്രതീക്ഷയിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള പേരുകൾ പോലും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം നീക്കങ്ങളിലേക്ക് UDF കടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് കേരളം തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം UDF ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും BJP കാര്യം വളരെ നിർണായകമാണ്. അതായത് BJP പ്രതീക്ഷ സീറ്റുകൾ BJP കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഭയം കൂടി ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും ഇനി അടുത്ത നീക്കം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീപാറുന്നൊരു വേദിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇനി ഫലം വരുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ മാറ്റം പോലും പാർട്ടികൾക്ക് ആശങ്കപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്നതായി മാറാനും സാധ്യതകളുണ്ട്. UDF വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരിക്കൽ പോലും സീറ്റ് കിട്ടാത്ത മണ്ഡലങ്ങളിൽ ഇത്തവണ സീറ്റ് കിട്ടുമെന്നാണ് UDF ഉറച്ചു വിശ്വസിക്കുന്നത്. അത് തന്നെ വലിയൊരു അനുകൂലമായി സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ന്യൂനപക്ഷ വോട്ടുകളും UDF മാറാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത്തരം നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലൊരു പിന്തുണ ഇത്തവണ UDF ഉണ്ടാകുമെന്നാണ് UDF തന്നെ കണക്കൂടുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഇവിടെ തീർച്ചയായും അറിയാൻ പറ്റും ഭരണപക്ഷത്തിന് പലപ്പോഴും അത് വെല്ലുവിളിയാകുമാറുണ്ട്. ഇവിടെ LDF അല്ലെങ്കിൽ UDF മേൽക്ക് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മെയ് 4 ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയുന്നത്. എന്നിരുന്നാലും ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾക്കൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിന്തുണ UDF തന്നെ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. UDF നിലവിലിപ്പോൾ CM ആരാകണമെന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ, ഇനി അതല്ലെങ്കിൽ KC വേണുഗോപാൽ ആകാമെന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് ആയിരിക്കും ഈ ഒരു തീരുമാനമെടുക്കുക. പക്ഷേ ഈ ഒരു തീരുമാനം UDF നടക്കുമ്പോഴും വളരെ മൗനം പാലിക്കുന്ന LDF കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്തവണ വലിയ രീതിയിലുള്ള വാക്പോരുകളും സൈബറിടങ്ങളിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും വീരവാദം മുഴുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുമില്ല. വലിയ രീതിയിലുള്ള പരസ്യ പ്രചരണങ്ങൾ തന്നെ ഒന്നും ഇല്ലാത്ത സാഹചര്യവും അതുപോലെ തന്നെ വളരെ രീതിയിൽ മൗനം പാലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആശങ്കയുള്ള രീതിയിലാണ് ഇത്തവണ LDF ക്യാമ്പും ഉള്ളത്. എന്തായാലും LDF സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പലയിടങ്ങളിലും LDF തോൽക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പാർട്ടിക്ക് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടേക്ക് UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയും കൂടുതലാണ്. ഇനിയുള്ള മണിക്കൂറുകൾ രാഷ്ട്രീയ കേരളം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഭരണ തുടർച്ചയെന്ന LDF സ്വപ്നമാണോ അതോ അധികാരം തിരിച്ചു പിടിക്കുമെന്ന UDF ആത്മവിശ്വാസമാണോ ജനങ്ങൾ ശരിവെക്കുക എന്നുള്ളതിൽ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഓരോ മണ്ഡലങ്ങളിലെയും സൂക്ഷ്മമായ ചലനങ്ങൾ പോലും ഇരു മുന്നണികളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയോ അതോ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ വോട്ടായി തിരിഞ്ഞോ എന്നത് ഇനി വരുന്ന എക്സിറ്റ് പോൾ ഫലത്തിലൂടെ ഒരു പരിധിവരെ വിലയിരുത്താൻ കഴിയും. BJP ഇത്തവണ നിർണായകമായ പല മണ്ഡലങ്ങളിലും വോട്ട് വീതം കൂട്ടുമെന്ന് അവകാശപ്പെടുമ്പോൾ അത് ആരുടെ വോട്ടുകളാണ് ചോർത്തുക എന്നുള്ള ആശങ്കയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായി ഉണ്ടാകുന്നുണ്ട്. UDF LDF വോട്ട് ബാങ്കുകളിൽ BJP നടത്തുന്ന വിള്ളലുകൾ ഫലത്തെ കീഴ്മേൽ മടിക്കാനും സാധ്യതകളുണ്ട്. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലും UDF വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ വോട്ടുറപ്പിക്കാനാണ് LDF ശ്രമമെല്ലാം. എന്നാൽ ഈ കണക്കുകൂടലൊക്കെ തെറ്റിക്കുമോ എന്നറിയാൻ ഇനി അധികം സമയവുമില്ല. ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും വോട്ടർമാരും ഒരുപോലെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. ചർച്ചകളൊന്നും അവസാനിക്കുന്നില്ല.
പ്രവചനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും ജനവിധി എന്ന മാന്ത്രിക പെട്ടിക്കുള്ള രഹസ്യം അറിയാൻ മെയ് 4 വരെ കാത്തിരുന്നേ മതിയാകൂ. കേരളം രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഈ പോരാട്ടത്തിൻ്റെ അവസാന ഫലം വരുമ്പോൾ അത് ആർക്ക് ചിരിക്കാനാകും അല്ലെങ്കിൽ ആർക്ക് ചിന്തിക്കാനാകും എന്നുള്ള അവസരവും അങ്ങനെയുള്ള അവസരങ്ങളാണ് നൽകുക എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശ തന്നെ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവസാന നിമിഷം വരെ നീളുന്ന ഈ ആവേശം കേരളം ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളെങ്കിലും ഇത്തവണ സാഹചര്യങ്ങളെല്ലാം ഏറെ വ്യത്യാസമാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി, വികസന പദ്ധതികളിലെ മെല്ലെപ്പോക്ക്, അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാകുന്നുമുണ്ട്. ഈ ഘട്ടങ്ങളെല്ലാം വോട്ടെണ്ണൽ ദിവസം പെട്ടി തുറക്കുമ്പോൾ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും വേണം. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ എപ്പോഴും രാഷ്ട്രീയമായ വ്യക്തതയോടെയാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ആശങ്കയുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വോട്ട് ശതമാനത്തിലെ ഇത്തവണ വന്ന മാറ്റങ്ങൾ ആരെ തുണയ്ക്കുമെന്നതും പ്രവചനാതീതമാണ്. SIR നഷ്ടമായ വോട്ടുകളും അതുപോലെ അധികമായി ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനമെല്ലാം എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നുമുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ വികസന പാതയും രാഷ്ട്രീയഗതിയും നിശ്ചയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിട്ടുമുണ്ട്. ഭരണപക്ഷത്തെ അഴിമതി ആരോപണങ്ങളും പ്രതിപക്ഷത്തെ ഐക്യവും ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് മെയ് 4 വോട്ടെണ്ണലിലൂടെ പുറത്തു വരികയും ചെയ്യും. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനുള്ള അവസാന അവസരം കൂടിയാണ് ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ വികസനവും രാഷ്ട്രീയ മാന്യതയും ചർച്ചയായ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും അത് കേരളത്തിൻ്റെ ഭാവിയെ സ്വാധീനിക്കുകയും ചെയ്യും. ഓരോ മലയാളിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിവസത്തിലേക്ക് ഇനി വലിയ ദൂരമൊന്നുമില്ല. കേരളം ആരെ തുണയ്ക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം കൂടിയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുന്നതുവരെ രാഷ്ട്രീയ കേരളം പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുടെയും ലോകത്ത് കൂടിയായിരിക്കും. ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്കനുസരിച്ച് വിശകലനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും.